ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ നല്ലൊരു സ്നാക്സ് റെസിപ്പിയാണ് കേട്ടോ ചെയ്യാൻ പോകുന്നത്. അടിപൊളി ക്രിസ്പി എന്ന് പറയുന്ന സമയത്ത് ശരിക്കും നല്ല ക്രിസ്പി ആയിട്ടും ഉള്ളിൽ നല്ല ക്രീമി ആയിട്ടുള്ള നമ്മുടെ ഈ ഒരു ചിക്കൻ ഫില്ലിങ്സ് അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് റെഡിയാക്കി എടുക്കാം. സമോസ ഷീറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ നമുക്ക് ഈ ഒരു അടിപൊളി റെസിപ്പി റെഡിയാക്കി എടുക്കാം. ഒട്ടും എണ്ണയും ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കിയാലോ. അപ്പോൾ അതിനായിട്ട് 3 ടീസ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എണ്ണ ചൂടായി വന്നതിന് ശേഷം ഇതിലേക്ക് ഞാനിപ്പോൾ ഒരു മീഡിയം സൈസിലേക്കുള്ള ഉള്ളിയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. നമുക്ക് എത്ര വേണ്ടത് അതിനാവശ്യാനുസരണം പോലെ എല്ലാം ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഉള്ളി ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുത്താൽ മതി. ഒരുപാട് വഴറ്റണ്ട, ചെറിയൊരു അളവിലേക്ക് കളർ ചേഞ്ച് ചെയ്യാൻ മതി. അപ്പോൾ അതായത് ഈ ഒരു അളവിലേക്ക് മാത്രം ചേഞ്ച് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇതുപോലെ ആക്കിയതിന് ശേഷം ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതും കൂടി ഇട്ടതിന് ശേഷം വീണ്ടും നന്നായിട്ട് ചൂടാക്കിയെടുക്കാം. വീണ്ടും നന്നായിട്ട് ചൂടാക്കിയെടുത്തതിന് ശേഷം സിമ്മിൽ തന്നെ വെച്ച് റെഡിയാക്കി എടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇതുപോലെ നമ്മുടെ ഈ ഒരു പേസ്റ്റും കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം പിന്നെ നമ്മളിതിലേക്ക് ചിക്കനാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. അതായത് ഞാനൊരു കുഞ്ഞു ബൗളിൽ ചിക്കൻ എടുത്ത് കൊടുത്തിട്ടുണ്ട്. മാക്സിമം ഒരു 12 ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ അതിനാവശ്യാനുസരണം പോലെ ചിക്കൻ എടുത്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിതുപോലെ കുഞ്ഞു കുഞ്ഞു പീസായിട്ട് ഓൾറെഡി ഞാൻ കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്തിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ എല്ലാം എടുത്ത് മാറ്റിയിട്ട് ഇതുപോലെ നമ്മളെല്ലാം ഒന്ന് ചെറിയ ചെറിയ കുഞ്ഞു പീസായി നമ്മൾ കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നല്ല ചൂടാക്കി എടുക്കാം. ചെറുതായിട്ടൊന്ന് ചൂടായി വന്നതിന് ശേഷം പിന്നെ നമുക്ക് ഇതിലേക്ക് മസാലപ്പൊടികളെല്ലാം ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് നമ്മളിപ്പോൾ 1 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, ഒരു 1/4 ടീസ്പൂൺ ചെറിയ ജീരകത്തിൻ്റെ പൊടി, പിന്നെ ഇതിലേക്ക് ആവശ്യത്തിലേക്കുള്ള ഉപ്പ്, ഇപ്പോൾ 1 ടീസ്പൂൺ ചില്ലി ഫ്ലെക്സ് ചേർത്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചില്ലി ഫ്ലെക്സ് ഇല്ലാത്തവരാണെങ്കിൽ മുളക് പൊടി ചേർത്താൽ മതി. ഞാൻ മുളക് പൊടിയും ചേർക്കുന്നുണ്ട് കേട്ടോ. അതായത് എരിവ് പോരാത്ത കാരണം അതുപോലെ ചെറിയൊരു കളർ ചേഞ്ച് ആവാൻ വേണ്ടിയിട്ട് ഞാൻ 1 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ചേർക്കുന്നുണ്ട്. ആദ്യം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്തെടുത്തതിന് ശേഷം എനിക്ക് ചെറിയൊരു കളർ വേണമെന്ന് തോന്നിയാലാണ് ഞാൻ മുളക് പൊടി ചേർത്തത് കേട്ടോ. അല്ല നിങ്ങൾക്ക് കുരുമുളക് പൊടി മാത്രം ചേർത്തിട്ട് റെഡിയാക്കുകയാണെങ്കിലും റെഡിയാക്കിയെടുക്കാം. അങ്ങനെ 1 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്തിട്ട് വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ ചിക്കൻ ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ അതിനായിട്ട് നമ്മൾ വെള്ളം ഒന്നും ഒഴിക്കുന്നില്ല കേട്ടോ. അടച്ച് വെക്കുന്ന സമയത്ത് തന്നെ നമ്മൾ ചിക്കനിലുള്ള വെള്ളമൊക്കെ തനിച്ച് വരുമല്ലോ. അപ്പോൾ നമ്മൾ അടച്ച് വെച്ചിട്ട് നമ്മൾ ചിക്കൻ ഒന്ന് വേവിച്ചെടുക്കാം. മാക്സിമം ഒരു 6-7 മിനിറ്റ് കഴിയുമ്പോൾ തന്നെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇതുപോലെ നമ്മൾ നല്ല ഡ്രൈ ആയിട്ട് നമ്മുടെ ചിക്കനിലെ വെള്ളമൊക്കെ പോയി ഇതുപോലെ നല്ല ഡ്രൈ ആയതിനു ശേഷം ഇതിലേക്ക് ഒരു 5 ടീസ്പൂൺ മൈദ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതായത് നമ്മൾ വേറെ ചീസൊന്നും നമ്മൾ ചേർക്കുന്നില്ല കേട്ടോ. അതിന് പകരമായിട്ടാണ് നമ്മളിത് ചേർക്കുന്നത്. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കട്ടെ. ആദ്യം നന്നായിട്ട് നമ്മുടെ മൈദ വന്നിട്ട് നമ്മുടെ ചിക്കനിൽ നല്ല മിക്സായി വരട്ടെ. എല്ലാം കൂടെ നന്നായിട്ട് മിക്സായി കഴിഞ്ഞ ശേഷമാണ് നമ്മളിതിലേക്ക് കാച്ചി വെച്ചിട്ടുള്ള പാല്. അപ്പോൾ ഇതുപോലെ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. 1/4 കപ്പ് അളവ് ഞാൻ പാൽ ചേർക്കുന്നുണ്ട്. ചെറിയൊരു ലൂസ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി എക്സ്ട്രാ ആയിട്ട് പാൽ ചേർത്ത് കൊടുക്കണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നല്ല മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ചിക്കൻ ഓൾറെഡി വെന്തല്ലോ. അപ്പോൾ നമുക്ക് ഈ ഒരു ചെറുതായിട്ടൊന്ന് തിളച്ച് വന്നിട്ട് ചെറിയൊരു ക്രീം വരുമെന്നുണ്ടെങ്കിൽ നമുക്ക് അപ്പോൾ തന്നെ പിന്നെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. പിന്നെ വേറെ നമുക്ക് ഇതിലേക്കൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. മല്ലിയില വേണമെങ്കിൽ മല്ലിയില ചേർത്ത് കൊടുക്കാം. അങ്ങനെ ഇതുപോലെയാണ് കേട്ടോ. അപ്പോൾ നല്ല ചൂടായിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു ലൂസിലിരിക്കുന്ന സമയത്താണ് നമുക്ക് കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടാകുന്നത് കേട്ടോ. നിങ്ങൾക്ക് ഈ മൈദയുടെ ഒരു മിക്സ് വേണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചീസ് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ എത്ര വേണ്ടത് അതിനാവശ്യം പോലെ ചീസ് ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ചെയ്യുകയാണെങ്കിൽ ചെയ്യാം. അത് മാറ്റി വെച്ചതിന് ശേഷം വേറൊരു പാത്രത്തിൽ 1/2 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 കപ്പ് വെള്ളം, കുറച്ച് ഉപ്പിട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ല വെള്ളം പോലെ വേണം കേട്ടോ മിക്സ് ചെയ്തെടുക്കാൻ. അതായത് നമ്മുടെ സമോസ ഷീറ്റ് കൊണ്ട് നമ്മളെല്ലാം എന്താ പറയുക, നമ്മൾ ചിക്കൻ ബോക്സ് റെഡിയാക്കുമല്ലോ. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ഈ റെഡിയാക്കിയത് അതിൽ മുക്കാനായിട്ടാണ്. അപ്പോൾ നല്ല വെള്ളം പോലെ വേണം കേട്ടോ. അപ്പോൾ കൂടുതൽ ബ്രെഡ് ക്രംസ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ 2 സമോസ ഷീറ്റ് എടുത്തതിന് ശേഷം അതിൻ്റെ സെൻറ്ററിലേക്ക് നമ്മുടെ ഫില്ലിങ്സ് എത്ര വേണ്ടത് അതിനാവശ്യാനുസരണം പോലെ വെച്ച് കൊടുത്തതിന് ശേഷം ഈ മൈദയുടെ വെള്ളം ഉണ്ടല്ലോ അതിനെ 4 വശത്തേക്ക് തേച്ച് കൊടുക്കാം കേട്ടോ. തേച്ച് കൊടുത്തില്ലെങ്കിൽ ഉള്ളിലേക്ക് എണ്ണ കയറും. അതായത് ഉണ്ടാക്കിയവർക്ക് അറിയട്ടെ, ഈ ഒരു ചിക്കൻ ബോക്സ് നമ്മൾ ഈ ഒരു സ്നാക്സ് അതായത് നമ്മൾ ഈ ബ്രെഡ് ക്രംസിലൊക്കെ മുക്കാതെ നമ്മൾ ഉണ്ടാക്കുമല്ലോ, അതുപോലെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എപ്പോഴും എന്തായാലും ഉള്ളിലേക്ക് എണ്ണ കയറും. അപ്പോൾ ഇതുപോലെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ ഈ ബ്രെഡ് ക്രംസിലൊക്കെ മുക്കിയിട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒട്ടും എണ്ണയില്ലാതെ തന്നെ നല്ല ക്രിസ്പി ആയിട്ട് റെഡിയാക്കി എടുക്കും. അപ്പോൾ അതുകൊണ്ടാണ് നന്നായിട്ട് എല്ലാ ഭാഗത്തും ഫുള്ളായിട്ട് ഒന്ന് സെറ്റ് ആവാനായിട്ടാണ് നമ്മൾ മാവൊന്ന് തേച്ച് കൊടുക്കാൻ പറഞ്ഞത് കേട്ടോ. അപ്പോൾ അത് നമ്മൾ തേച്ച് കൊടുക്കുമ്പോൾ ഉള്ളിലേക്ക് എണ്ണ ഒട്ടും കയറില്ല. അപ്പോൾ 4 വശത്തും ഓരോ വശവും നമ്മളെടുത്ത് മടക്കി കൊടുക്കുന്ന സമയത്തൊക്കെ നമ്മൾ ഇതുപോലെ മാവൊന്ന് തേച്ച് കൊടുത്തിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ വീണ്ടും ഞാൻ കാണിക്കുകയാണ്. ഇതുപോലെ ഫില്ലിങ്സ് വെച്ച് കൊടുത്ത് മടക്കി കൊടുത്തിട്ട് അതിൻ്റെ മുകളിലേക്ക് നമ്മൾ കലക്കി വെച്ചിരുന്ന മാവ് ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുത്തതിന് ശേഷം വീണ്ടും ഓരോ ലെയറും അതുപോലെ നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കാൻ കേട്ടോ. അങ്ങനെ ഇതുപോലെയാണ് നമ്മൾ റെഡിയാക്കി എടുക്കുന്നത്. ഇതുപോലെ ചെയ്തതിന് ശേഷമാണ് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള മാവുണ്ടല്ലോ അതിലേക്ക് നമ്മൾ ഇട്ട് കൊടുത്തിട്ട് ചെറുതായിട്ടൊന്ന് മുക്കി കൊടുക്കട്ടോ. 4 വശവും മുക്കി വരണം.
അപ്പോൾ ഇതുപോലെ മുക്കിയതിന് ശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിട്ട് നമ്മൾ ബ്രെഡ് ക്രംസിലേക്ക് വെച്ച് കൊടുക്കണം. അപ്പോൾ ചെറുതായിട്ട് ഉള്ളിലേക്ക് നമ്മുടെ ഈ വെള്ളം കയറിയ പോലെ ഉണ്ടാവും. നന്നായിട്ട് വെള്ളമൊക്കെ കളഞ്ഞതിന് ശേഷം ബ്രെഡ് ക്രംസിലേക്ക് ഇട്ട് നല്ല ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം കേട്ടോ. പെട്ടെന്ന് ഒട്ടാത്ത പോലെ തോന്നും. നന്നായിട്ട് മുക്കി കൊടുക്കട്ടോ 4 വശം. ചിലപ്പോൾ നമ്മൾ ചെറിയ അരികളൊക്കെ ഒന്നും മുക്കാത്ത പോലെ തോന്നുകയാണെങ്കിൽ അതിൻ്റെ ഉള്ളിലൊക്കെ എണ്ണ കയറാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ നന്നായിട്ട് ശ്രദ്ധിച്ചിട്ട് വേണം നമ്മൾ കറക്റ്റായിട്ട് സെറ്റ് ചെയ്യാൻ കേട്ടോ. അപ്പോൾ ഇതുപോലെ നമ്മൾ എല്ലാം റെഡിയാക്കിയിട്ടുണ്ട്. കൂടെ നമ്മുടെ എണ്ണയും ചൂടായിട്ടുണ്ട്. അതായത് എണ്ണ നന്നായി ചൂടാക്കിയിട്ട് തന്നെ വെച്ച് കൊടുക്കാം കേട്ടോ. പെട്ടെന്ന് നമുക്ക് റെഡിയാക്കി എടുക്കാം. വേണമെങ്കിൽ നിങ്ങൾക്ക് ഹൈയിൽ തന്നെ വെച്ച് റെഡിയാക്കുകയാണെങ്കിലും റെഡിയാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ പെട്ടെന്ന്, അതായത് ആദ്യം നമ്മൾ ഇട്ട് കൊടുക്കുന്ന സമയത്ത് ഹൈയിൽ വെക്കുകയാണെങ്കിൽ നമ്മുടെ മുകളിലെ ബ്രെഡൊക്കെ പെട്ടെന്ന് മുകളിൽ അങ്ങനെ പാറിപ്പോകും കേട്ടോ. അത് ഇട്ട് കൊടുക്കുന്ന സമയത്ത് ചെറിയൊരളവിലേക്ക് ചൂടാക്കിയതിന് ശേഷം പിന്നെ തീ കൂട്ടി കൊടുക്കാം. അപ്പം നമ്മൾ ഈ ഒരു അളവിലേക്ക് കളർ ചേഞ്ച് ആയിട്ടുണ്ട്. നമുക്ക് ഒന്നുകൂടി കളർ ചേഞ്ച് ചെയ്തെടുക്കണം. നല്ല കളർ ചേഞ്ച് ആവുകയും ചെയ്യും. അതുപോലെ നല്ല ക്രിസ്പി ആയിട്ട് ഉണ്ടാവട്ടെ. എണ്ണ അധികം ഉണ്ടാവില്ല കേട്ടോ. ഞാൻ ഉണ്ടാക്കിയതിൻ്റെ അധികം എണ്ണ തന്നെ ഉണ്ടായിരുന്നില്ല. വളരെ ചെറിയൊരു അംശത്തിൽ മാത്രമേ എണ്ണ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അത് നമ്മൾ ശ്രദ്ധിച്ച് ഓരോന്നും ചെയ്യുകയാണെങ്കിൽ കറക്റ്റായിട്ടുണ്ടാവും. അപ്പോൾ ഈ ഒരു അളവിലേക്ക് നമ്മൾ കളർ ചേഞ്ച് ആക്കുന്ന സമയത്ത് കറക്റ്റായിട്ട് ഉണ്ടാവും കേട്ടോ. നല്ല ക്രിസ്പി ആയിട്ടും ഒരു അരമണിക്കൂർ കഴിഞ്ഞാലും ആ ഒരു ക്രിസ്പിനെസ് ഉണ്ടാവും കേട്ടോ. അതിന് കൂടുതൽ സമയം നമുക്ക് വയ്ക്കാൻ പറ്റില്ല. പക്ഷേ ആ സമയം കഴിഞ്ഞാലും നല്ല ടേസ്റ്റും ഉണ്ടാവും. അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ളൊരു സ്നാക്സാണ് കേട്ടോ. നമ്മൾ സാധാരണ ചിക്കൻ ബോക്സൊക്കെ നമ്മൾ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഉള്ളിലേക്ക് എണ്ണ കയറിയിട്ടും ആ ഒരു ടേസ്റ്റ് ഇല്ലാത്ത പോലെയൊക്കെ തോന്നും. പക്ഷേ ഇതുപോലെ നിങ്ങൾ ബ്രെഡ് ക്രംസിലൊക്കെ മുക്കിയിട്ട് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഒരു ചാൻസ് ഇല്ല കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്. കണ്ടില്ലോ നല്ല ക്രിസ്പിയാണ് കേട്ടോ. ഞാൻ എടുക്കുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. നല്ല ക്രിസ്പി ആയിട്ട് ഉള്ളിൽ നല്ല ക്രീമി ആയിട്ട് നമ്മുടെ ഈ ഒരു ചിക്കനും എല്ലാം കൂടി അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഉറപ്പായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നല്ല ക്രിസ്പിയാണ് കണ്ടില്ലേ. അപ്പോൾ എല്ലാവരും മറക്കാതെ ട്രൈ ചെയ്ത് നോക്കുക. കൂടെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യണേ.